ഇന്ന് നമ്മൾ കാണുന്ന നിയമ സംവിധാനങ്ങളുടെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? ഓരോ രാജ്യത്തിനും അവരുടെ താല്പര്യമനുസരിച്ച് വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നിർമ്മിക്കുവാൻ കഴിയുമോ? ചിലപ്പോഴെങ്കിലും നിയമം നടപ്പിലാക്കാനുള്ള ത്വരയിൽ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ പൗരന്മാരുടെ സുരക്ഷയും നന്മയും ലക്ഷ്യമാക്കിയുള്ളതാണ്. അതിനാൽ അവ അനുസരിക്കുവാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. തൻ്റെ രാജ്യത്തെ ഏറ്റവും ചെറിയ വ്യക്തികൾക്ക് വേണ്ടി പോലുമുള്ള ദൈവത്തിൻ്റെ കരുതലിൽ നിന്ന് ദൈവിക നിയമങ്ങളുടെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാവും. എങ്കിലും തിന്മയെ അവിടുന്ന് കർക്കശമായി തന്നെ നേരിടും. അന്യായം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് പുതിയ നിയമം അടിവരയിട്ട് പറയുന്നു. പുറപ്പാട് പുസ്തകം 21-22 അധ്യായം. ചില രാജ്യങ്ങളിലെ ജനങ്ങളുടെ പൗരബോധം നമ്മെ അതിശയിപ്പിക്കുന്നതാണ്. അവിടെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. നിയമം അനുശാസിക്കുന്നത് പോലെ പെരുമാറുവാൻ ആളുകൾക്ക് യാതൊരു മടിയും ഇല്ലതാനും. ഇതിൻ്റെ പ്രധാന കാരണം മനുഷ്യരിലുള്ള പൗരബോധമാകുന്നു. പൗരബോധം ഉള്ള സമൂഹത്തിൻ്റെ ലക്ഷണം എന്താണെന്നറിയാമോ? മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഞാൻ ഒന്നും ചെയ്യില്ല, പറയില്ല, ചിന്തിക്കില്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നു. അതുമാത്രമല്ല, മറ്റുള്ളവർക്ക് സൗകര്യമുണ്ടാക്കിക്കൊടുക്കുവാൻ ഇങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. ഒരു സമൂഹത്തിലെ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ പെരുമാറുന്നതിനാൽ അവിടെ കാര്യങ്ങൾ വളരെ സുഗമമായി നടക്കും. അവർ പൊതുവിടങ്ങളിൽ പെരുമാറുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും നിയമം പാലിക്കുന്നത് ആരെയും പേടിച്ചിട്ടല്ല, മറിച്ച് അത് തൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യത്താലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ മാലിന്യ സംസ്കരണം. പലരും ചിന്തിക്കുന്നത് അവരുടെ വീട്ടിലെ മാലിന്യം അടുത്ത പറമ്പിലോ ആരും കാണാത്തപ്പോൾ പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ ആറ്റിലോ തോട്ടിലോ കളഞ്ഞാൽ അവരുടെ പ്രശ്നം പരിഹരിച്ചു എന്നാണ്. ഇത്തരം ഉത്തരവാദിത്തരഹിതവും തെറ്റായതുമായ പ്രവണതകളുടെ ഭവിഷ്യത്തുകൾ വെള്ളപ്പൊക്കത്തിലൂടെയും താപവർദ്ധനവിലൂടെയും ഒക്കെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പൗരബോധമില്ലായ്മ വ്യക്തികളുടെ പ്രശ്നമാണോ അതോ നാട്ടുനടപ്പാണോ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഓരോ വ്യക്തിയുടെയും മനോഭാവത്തിലെ പ്രശ്നം തന്നെയാണ്. അവരവർക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമാണിത്. വിദേശത്ത് നിയമങ്ങൾ അണുവിട തെറ്റിക്കാതെ പാലിക്കുന്നവർ നാട്ടിൽ വന്ന് വാഹനം ഓടിച്ചാൽ തങ്ങൾക്ക് തോന്നിയതുപോലെ ആയിരിക്കും ഓടിക്കുന്നത്. വിദേശത്തെ ആളുകൾ എത്ര കൃത്യമായിട്ടാണ് ജോലിക്ക് വരുന്നതും ജോലി എടുക്കുന്നതും. എന്നാൽ ഇതേ ആളുകൾ നാട്ടിലെത്തിയാൽ അവരുടെ മട്ടുമാറും. നാട്ടിൽ ഇങ്ങനെയൊക്കെ മതി എന്ന ചിന്തയാണോ ഇതിന് കാരണം? അറിയില്ല. എന്നാൽ ഈ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും അല്പം ശ്രദ്ധിച്ചാൽ അത് സമൂഹത്തിൽ എത്ര വലിയ മാറ്റം കൊണ്ടുവരുമെന്നറിയാമോ? നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ കൂടി കരുതുന്ന തരത്തിലായിരിക്കണം. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, അങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ ശരിയാകാനുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ളത്. നാം ഒരു സമൂഹത്തിലാകുന്നു ജീവിക്കുന്നതെന്നും എൻ്റെ സൗകര്യം മറ്റുള്ളവർക്ക് അസൗകര്യമാകരുതെന്നും ചിന്തിച്ച് ഓരോരുത്തരും പ്രവർത്തിച്ചാൽ അത് സമൂഹത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ കാര്യത്തിൽ ബൈബിൾ എത്ര ഗൗരവമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് നാം ചിന്തിക്കുന്നത് പുറപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങളിലാണ്. ഈ അധ്യായങ്ങളിൽ ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയത്തിൽ വളരെ ഉന്നതമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്.
നാം ചെറുതെന്ന് ചിന്തിക്കുന്നവ പോലും ദൈവം ഗൗരവമായി എടുത്തു പറഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന്, വ്യാജ വർത്തമാനം പരത്തുന്നവർക്ക് കൊലപാതകത്തിനും വ്യഭിചാരക്കുറ്റത്തിനും പറഞ്ഞിരിക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. ദൈവവചനത്തെ ഗൗരവമായി എടുക്കുന്നവർ സമൂഹത്തിന് ഒരിക്കലും ശല്യമാകില്ല, അനുഗ്രഹമാകും. ഈ അധ്യായത്തിൽ, അതായത് 21-ാം അധ്യായത്തിൽ സാമൂഹിക ഭരണക്രമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നതിനാൽ നിയമത്തിലെ ഈ ഭാഗം അവർക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം ഇതിനു മുമ്പ് അവർ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പുറപ്പാട് ദിവസം 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവരുടെ മുമ്പാകെ നീ വെക്കേണ്ടുന്ന ന്യായങ്ങളാവിത്. ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പൊയ്ക്കൊള്ളട്ടെ. ഇസ്രായേൽ മക്കൾക്ക് തങ്ങളുടെ സഹോദരന്മാരിൽ ഒരുവനെ സ്ഥിരമായി അടിമയായി വെച്ചുകൊണ്ടിരിക്കുവാൻ ഒരിക്കലും അനുവാദമുണ്ടായിരുന്നില്ല എന്നാണ് ഈ 2 വാക്യങ്ങൾ വ്യക്തമാക്കുന്നത്. 3 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഏകനായി വന്നു എങ്കിൽ ഏകനായി പോകട്ടെ, അവന് ഭാര്യ ഉണ്ടായിരുന്നു എങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ. അവൻ്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനനിരിക്കണം, അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിൻ്റെയും കട്ടളക്കാലിൻ്റെയും അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തിത്തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ഈ ശ്രദ്ധേയമായ നിയമം പറയുന്നത്, ഒരു വ്യക്തി അടിമയാണെങ്കിൽ 7 വർഷത്തിന് ശേഷം അവന് സ്വതന്ത്രനായി പോകാമെന്നാണ്. അവൻ അടിമയായി തീരുമ്പോൾ വിവാഹിതനായിരുന്നുവെങ്കിൽ അവന് തൻ്റെ ഭാര്യയെയും കൂടെ കൊണ്ടുപോകാം. അവൻ അടിമയായി തീർന്നതിന് ശേഷമാണ് വിവാഹം കഴിച്ചതെങ്കിൽ, അതായത് നേരത്തെ തന്നെ തൻ്റെ യജമാനൻ്റെ അടിമയായിരുന്ന ഒരു സ്ത്രീയെയാണ് അവൻ വിവാഹം കഴിച്ചതെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ അവന് സ്വതന്ത്രനായി പോകാം. എന്നാൽ അവൻ്റെ ഭാര്യയും മക്കളും യജമാനൻ്റെ വകയായിരിക്കേണ്ടതാണ്. എന്നാൽ അവൻ അവൻ്റെ ഭാര്യയെയും യജമാനനെയും സ്നേഹിക്കുന്നുവെങ്കിൽ യജമാനോടുകൂടെ പാർക്കുവാൻ തീരുമാനിക്കാവുന്നതാണ്. അപ്രകാരം അവൻ പാർക്കുവാൻ തീരുമാനിക്കുന്ന പക്ഷം യജമാനൻ അവൻ്റെ കാത് സൂചി കൊണ്ട് കുത്തിത്തുളയ്ക്കേണ്ടതാണ്. അവൻ യജമാനനെ എക്കാലവും സേവിക്കുമെന്നതിൻ്റെ അടയാളമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ മനോഹരമായൊരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യേശു ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ വന്നു. നാം എല്ലാവരും പാപത്തിൻ്റെ അടിമകളായിരുന്നു. യേശുവിന് സ്വതന്ത്രനായി പോകാമായിരുന്നു. മരണമാകുന്ന കതകിൻ്റെ കട്ടിളക്കാലിലൂടെ കടക്കാതെ അവന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാമായിരുന്നു. അവന് ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ മനസ്സോടെ ഈ ഭൂമിയിൽ വരികയും മനുഷ്യരൂപമെടുക്കുകയും ചെയ്തു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ വായിച്ചത്. 40-ാം സങ്കീർത്തനത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഈ ഭാഗം ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വേദഭാഗത്ത് പറയുന്നുണ്ട്. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അത് നിവൃത്തിയായി. അവിടെ നാം വായിക്കുന്ന, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു.
ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ക്രിസ്തു നമ്മെ കൂടാതെ സ്വതന്ത്രനായി പോകുവാൻ തീരുമാനിച്ചില്ല. മരണം സഹിക്കാതെ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഞാൻ പാപിയെ സ്നേഹിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെ നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കേണ്ടതിന് യേശു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് നാം കാണുന്നു. 10 കൽപ്പനകൾ നൽകിയതിന് ശേഷം യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വ്യക്തികൾക്ക് ഉണ്ടാകുന്ന മുറിവുകൾക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങളാണ് തുടർന്ന് നാം കാണുന്നത്. ഞാൻ 21 അധ്യായത്തിൻ്റെ 12 വാക്യം ഒന്ന് വായിക്കട്ടെ. ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. വധശിക്ഷ നൽകുന്നതിനുള്ള അടിസ്ഥാനം ഈ വാക്യമാണ്. കൊല ചെയ്യരുത് എന്ന കൽപ്പനയുടെ അർത്ഥം ഗവൺമെൻറ്റിന് വധശിക്ഷ നടപ്പാക്കുവാൻ അധികാരമില്ല എന്നാണെന്ന് അനേകം ആളുകൾ ചിന്തിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അത് തെറ്റാണ്. ഇസ്രായേൽ രാഷ്ട്രത്തിൽ ഏതൊരു കൊലപാതകിയെയും കൊന്നുകളയുവാൻ ദൈവകൽപ്പനയുണ്ടായിരുന്നു. 13 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ കരുതിക്കൂട്ടാതെ അങ്ങനെ അവൻ്റെ കയ്യാൽ സംഭവിപ്പാൻ ദൈവം സംഗതി വരുത്തിയതായാൽ അവൻ ഓടിപ്പോകേണ്ടുന്ന സ്ഥലം ഞാൻ നിയമിക്കും. എന്നാൽ ഒരു മനുഷ്യൻ അബദ്ധവശാൽ മറ്റൊരാളെ കൊന്നാലോ? അത്തരം സാഹചര്യങ്ങളിൽ മരണശിക്ഷയ്ക്ക് പകരം ഒരു നീക്കുപോക്ക് ദൈവം നിർദ്ദേശിച്ചു. അത് സങ്കേത നഗരങ്ങളായിരുന്നു. പലസ്തീൻ ദേശത്ത് 6 സങ്കേത നഗരങ്ങൾ കൽപ്പിച്ചിരുന്നു. കൊലക്കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് തൻ്റെ കാര്യത്തിൽ അതിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്നത് വരെയും അഭയം ലഭിക്കത്തക്ക വിധം സൗകര്യപ്രദമായ സ്ഥാനങ്ങളിലായിരുന്നു ഈ പറഞ്ഞ സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നത്. ഇതും പിന്നീട് വിശദമായി നാം ചിന്തിക്കുന്നതാണ്. 14 വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരനെ ചതിച്ചു കൊന്നതെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എൻ്റെ യാഗപീഠത്തെങ്കിൽ നിന്നും പിടിച്ചു കൊണ്ടുപോകണം. കരുതിക്കൂട്ടിയുള്ള കൊല ഒരാൾ നടത്തിയാൽ ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കേണ്ടതാണ്. എന്നാൽ ഒരാൾ മനഃപൂർവ്വമല്ലാതെ സ്വയരക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനിടയിൽ ആരെയെങ്കിലും കൊല്ലുവാൻ ഇടയായാൽ അവൻ മരണശിക്ഷ അനുഭവിക്കേണ്ടതില്ലായിരുന്നു. 15 വാക്യത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മാതാപിതാക്കൾക്കുള്ള ഉന്നതമായ സ്ഥാനം ഉറപ്പാക്കുവാൻ ഈ കൽപ്പന ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ മരണശിക്ഷ അനുഭവിക്കണം എന്നാണ് ദൈവം കൽപ്പിച്ചത്. കുടുംബരക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ് ഈ പറഞ്ഞത്. 16 വാക്യത്തിൽ നാം വായിക്കുന്നു, ഒരുത്തൻ ഒരാളെ മോഷ്ടിച്ചിട്ട് അവനെ വിൽക്കുകയാകട്ടെ അവൻ്റെ കൈവശം അവനെ കണ്ടുപിടിക്കുകയാകട്ടെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം അടിമത്തം അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ എതിർക്കുകയും ചെയ്തു എന്നിവിടെ വ്യക്തമാണ്. അടിമക്കച്ചവടം ആ കാലത്ത് ഒരു വലിയ വ്യവസ്ഥിതിയായിരുന്നു. എന്നാൽ അതിനെതിരെ ദൈവം തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുകയും അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ അടിമകളാക്കുന്ന ആ ആളുകൾക്ക് തക്കതായ ശിക്ഷ നിർദ്ദേശിക്കുകയും ചെയ്തു. 17 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, തൻ്റെ അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മനുഷ്യർ തമ്മിൽ ശണ്ട കൂടിയിട്ട് ഒരുത്തൻ മറ്റവനെ കല്ലുകൊണ്ടോ മുഷ്ടി കൊണ്ടോ കുത്തിയതിനാൽ അവൻ മരിച്ചു പോകാതെ കിടപ്പിലാകുകയും പിന്നെയും എഴുന്നേറ്റ് വടിയൂന്നി വെളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തിയവനെ ശിക്ഷിക്കരുത്, എങ്കിലും അവൻ അവൻ്റെ മെനക്കേടിനു വേണ്ടി കൊടുത്ത് അവനെ നല്ലവണ്ണം ചികിത്സിപ്പിക്കണം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, മുറിവേൽപ്പിച്ച ആൾ മുറിവേറ്റവൻ അവൻ്റെ ചികിത്സയ്ക്കുള്ള ചെലവും സമയനഷ്ടത്തിനുള്ള പ്രതിഫലവും നൽകേണ്ടതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നവയും ഈ അധ്യായത്തിൻ്റെ മറ്റ് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നവയുമായ നിയമങ്ങളാണ് ഈ വിഷയങ്ങളിൽ ആധുനിക നിയമങ്ങളുടെ അടിസ്ഥാനമായിരിക്കുന്നത്. സംസ്കാര സമ്പന്നമായ ഒരു രാഷ്ട്രത്തിൻ്റെ കെട്ടുപണിക്ക് ഈ നിയമങ്ങൾ അത്യന്താപേക്ഷിതമാണ്. 24, 25 വാക്യങ്ങളിൽ വായിക്കുന്നത്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്.
ഈ വാക്യങ്ങൾ സകലത്തിൻ്റെയും സംക്ഷിപ്തമായി പറഞ്ഞിരിക്കുന്നു. നിയമമായിരിക്കണമെങ്കിൽ ആ നിയമം നിലവിൽ വരേണ്ടതുണ്ട്. അത് മനുഷ്യജീവനും വസ്തുക്കൾക്കും സംരക്ഷണം ഉറപ്പ് നൽകുന്നതുമായിരിക്കണം. ഇന്ന് നമ്മുടെ രക്ഷയ്ക്കായി ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം രക്ഷിക്കപ്പെടേണ്ടതിന് കൃപ നമ്മിലേക്ക് നീട്ടുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്കുണ്ട്. ഇന്ന് അവനിൽ വിശ്വസിച്ച് രക്ഷ അവകാശമാക്കുവാൻ തീർച്ചയായും ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. 22-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒരുത്തനൊരു കാളയെയോ ഒരു ആടിനെയോ മോഷ്ടിച്ചറുക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് 5 കാളയെയും ഒരു ആടിന് 4 ആടിനെയും പകരം കൊടുക്കണം. എന്തുകൊണ്ടാണ് ഒരു കാളയ്ക്ക് പകരം 5 കാളയെയും ഒരു ആടിന് പകരം 4 ആടിനെയും നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നതെന്നത് വ്യക്തമല്ല. പുതിയ നിയമത്തിൽ സക്കായി ഈ പ്രമാണത്തെ സൂചിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നത്, സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് അവൻ അങ്ങനെ പറയുവാൻ കാരണം? സക്കായിയുടെ പ്രസ്താവന മോശയുടെ ന്യായപ്രമാണത്തെ സൂചിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇന്ന് നമ്മുടെ നിയമം പറയുന്നത്, നിങ്ങൾ വേറൊരാളുടെ വസ്തുവകകൾക്ക് നാശം വരുത്തിയാൽ നഷ്ടപരിഹാരം നൽകണമെന്നാണ്. നഷ്ടം സംഭവിച്ചത് തിരികെ കൊടുക്കുകയോ അഥവാ അതിൻ്റെ വില കൊടുക്കുകയോ ചെയ്യണം. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണം പറയുന്നത് 4 മടങ്ങ് മടക്കി കൊടുക്കുവാനാണ്. നാം എന്തെങ്കിലും നഷ്ടം വരുത്തിയാൽ അത് 4 ഇരട്ടി മടക്കി കൊടുക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് നഷ്ടം വരുത്താതിരിക്കാൻ നമ്മൾ എത്ര ജാഗ്രതയോടെ പെരുമാറുമില്ലേ? മനുഷ്യ നന്മയ്ക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ ദൈവം മനുഷ്യനോട് ഇടപെടുന്നു. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കള്ളൻ വീട് മുറിക്കുമ്പോൾ പിടിക്കപ്പെട്ട് അടികൊണ്ട് മരിച്ചുപോയാൽ അവനെ സംബന്ധിച്ച് രക്തപാതകം ഇല്ല. സ്വയരക്ഷയ്ക്കുള്ള അവകാശം ഈ നിയമം നമുക്ക് അനുവദിച്ചു തരുന്നു. ദൈവത്തിൻ്റെ നിയമം ഒരു മനുഷ്യൻ്റെ വസ്തുവകകളെയും അവൻ്റെ വീടിനെയും സംരക്ഷണം ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുവൻ തൻ്റെ വസ്തുവകകളെയും വീടിനെയും പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിനെ നീതീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സമൂഹത്തിൽ നീതിയും ന്യായവും നടപ്പാക്കുന്നതിന് ദൈവത്തിൻ്റെ നിയമങ്ങളാണ് അടിസ്ഥാനമായിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന സാമൂഹിക നീതിയെ പിൻപറ്റിയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ പട്ടണങ്ങളിലും തെരുവുകളിലും കാണുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. തീർച്ചയാണ്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ അത് നേരം വെളുത്ത ശേഷമാകുന്നുവെങ്കിൽ രക്തപാതകമുണ്ട്, കള്ളൻ ശരിയായിട്ട് പ്രതിശാന്തി ചെയ്യണം, അവൻ വകയില്ലാത്തവനെങ്കിൽ തൻ്റെ മോഷണം നിമിത്തം അവനെ വിൽക്കണം. ഒരു മനുഷ്യൻ മോഷണം നടത്തിയാൽ താൻ മോഷ്ടിച്ചതിന് പ്രതിശാന്തി നടത്തേണ്ടതാണ്. നഷ്ടപരിഹാരം നടത്തേണ്ടതിന് തന്നെ അടിമയാക്കി വിൽക്കേണ്ടി വന്നാൽ പോലും അപ്രകാരം ചെയ്യേണ്ടതാണ് എന്നാണ് മോശയിലൂടെ ദൈവം കൽപ്പന നൽകുന്നത്. 4-5 വാക്യങ്ങളിൽ മോഷണവസ്തുവായ കാളയെയോ കഴുതയെയോ ആടിനെയോ ജീവനോടെ അവൻ്റെ കൈവശം കണ്ടുപിടിച്ചാൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം. ഒരുത്തൻ ഒരു വയലോ മുന്തിരിത്തോട്ടമോ തീറ്റിക്കയാകട്ടെ തൻ്റെ കന്നുകാലിയെ അഴിച്ചുവിട്ടത് മറ്റൊരുത്തൻ്റെ വയലിൽ മേയുകയാകട്ടെ ചെയ്താൽ അവൻ തൻ്റെ വയലിലുള്ളതിൽ ഉത്തമമായതും തൻ്റെ മുന്തിരിത്തോട്ടത്തിലുള്ളതിൽ ഉത്തമമായതും പകരം കൊടുക്കണം. ഒരു മനുഷ്യൻ്റെ പശുവോ ആടോ മറ്റൊരാളുടെ കൃഷി നശിപ്പിക്കുവാൻ ഇടയായാൽ അവൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം ഈ കൽപ്പനകൾ നൽകുന്നത് കൃഷിക്കാരായ ഒരു കൂട്ടം ആളുകളോടാണ് എന്നുകൂടി ഓർക്കണം. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ വിളവോ നിലമോ വെന്തുപോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം. മനുഷ്യൻ ഭൂമിയിൽ സുഖമായി ജീവിക്കുന്നതിനാവശ്യമായ മറ്റൊരു പ്രമാണമാണിത്. കാര്യങ്ങൾ ശരിയായി ചെയ്യുവാനുള്ള മാർഗം അത് കാട്ടിത്തരും. ലോകത്തിലുള്ള വിവിധ ജാതികൾക്കും മാതൃകയായിരിക്കേണ്ടതിനാണ് ദൈവം ഇസ്രായേൽ ജാതിക്ക് മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥകൾ നൽകിയതെന്ന് ഓർക്കണം. ഇത്തരം നിയമങ്ങൾ സാമൂഹിക സംവിധാനത്തിൽ ക്രമം കൊണ്ടുവരുന്നതിനും അക്രമത്തെ തടയുന്നതിനും ഇടയാക്കുന്നു. ഞാൻ ഇനി 16-ാം വാക്യം വായിക്കാം. 22-ന്റെ 16.
വിവാഹത്തിന് നിയമിക്കപ്പെടാത്ത ഒരു കന്യകയെ ഒരുത്തൻ വശീകരിച്ച് അവളോടുകൂടെ ശയിച്ചാൽ അവൻ സ്ത്രീധനം കൊടുത്ത് അവളെ വിവാഹം കഴിക്കണം. ഈ വാക്യം വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരുത്തൻ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയാൽ അവളെ വിവാഹം കഴിക്കുവാൻ അവൻ നിർബന്ധിതനാകുമായിരുന്നു. ഇക്കാലത്തെ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടാണെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും നിയമം മാറുന്നില്ലല്ലോ. 17-ാം വാക്യം, അവളെ അവന് കൊടുപ്പാൻ അവളുടെ അപ്പന് അശേഷം മനസ്സില്ലെങ്കിൽ അവൻ കന്യകമാരുടെ സ്ത്രീധനത്തിനൊത്തവണ്ണം പണം കൊടുക്കണം. അതായത് അവളുടെ അപ്പന് ആ വിവാഹത്തിന് സമ്മതമില്ലെങ്കിൽ അവൻ ചെയ്ത കുറ്റത്തിന് പിഴ നൽകേണ്ടതാണ്. അപ്പനല്ല, ഈ കുറ്റം ചെയ്തവൻ ചെയ്ത ആ കുറ്റത്തിന് പിഴ നൽകണം. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ക്ഷുദ്രക്കാരത്തിയെ നീ ജീവനോടെ വയ്ക്കരുത്. സാത്താൻ്റെ ശക്തികൾ ഇന്ന് പ്രബലപ്പെട്ടു വരുന്നതായി നാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കൂടോത്രമായാലും ക്ഷുദ്രപ്രയോഗമാണെങ്കിലും സാത്താൻ സേവയാണെങ്കിലും ഇന്ന് ഇതൊക്കെ വളരെയുണ്ട്. ദൈവത്തിൻ്റെ സത്യം അറിഞ്ഞവർ എന്ന് പറയുന്നവരും ഇത്തരം കാര്യങ്ങളുടെ പിറകെ പോകുന്നതാണ് വിചിത്രവും സങ്കടകരവുമായ കാര്യം. അങ്ങനെയുള്ളവരെ ജീവനോടെ വെക്കരുതെന്നാണ് ഈ നിയമത്തിൽ അനുശാസിക്കുന്നത്. ഇനിയും ആരെങ്കിലും അങ്ങനെ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ക്ഷമ എന്നല്ലാതെ എന്തു പറയുവാനാണ്. അങ്ങനെയുള്ളവരെ ദൈവം വെറുക്കുന്നു. അതാരായിരുന്നാലും അവർ സമൂഹത്തിൽ എത്ര ഉന്നതമായ സ്ഥാനത്തുള്ളവരായാലും അവർ പിശാചിൻ്റെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത്. 19-ാം വാക്യത്തിൽ നാം കാണുന്നത്, മൃഗത്തോടുകൂടെ ശയിക്കുന്ന ഏവനും മരണശിക്ഷ അനുഭവിക്കണം. മനുഷ്യൻ എത്രമാത്രം അധപ്പതനത്തിലേക്ക് പോകാമെന്നുള്ളതത്രേ ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്രകാരം സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ദൈവം ഈ നിയമം നൽകിയത് തന്നെ. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയെന്ന്. 49-ാം സങ്കീർത്തനത്തിൽ. ഈ നികൃഷ്ടമായ പ്രവർത്തനം ഇന്നും നടക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം. വേറെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ദൈവങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടല്ല, മനസ്സിലായല്ലോ. അന്യ ദൈവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യർ അവൻ്റെ സങ്കല്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആരാധനാമൂർത്തികളെക്കുറിച്ചാണ്. ഈ കാര്യത്തിന് ഏറ്റവും കഠിനമായ ശിക്ഷയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവരെ നിർമൂലമാക്കി കളയണമെന്ന് പറയുന്നത് കഠിനമായി തോന്നിയേക്കാം. എന്നാൽ നിങ്ങൾക്ക് ക്യാൻസർ രോഗമുണ്ടായാൽ അതിൽ നിന്ന് വിടുതൽ ലഭിക്കണമെന്നുള്ള ആഗ്രഹമാണല്ലോ ഉണ്ടാകാറുള്ളത്. അതല്ലേ സ്വാഭാവികം. അതുതന്നെയാണ് ദൈവവും പറയുന്നത്. രോഗം മാറ്റുവാൻ ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെട്ടാലും സാരമില്ല, ജീവൻ നിലനിർത്താമല്ലോ എന്നുള്ള ചിന്ത. സത്യദൈവത്തെ അറിഞ്ഞ ഒരു ജനത്തിൻ്റെ ഇടയിൽ തന്നെ അന്യദൈവാരാധന നടത്തുന്നവർ ഉള്ളത് ക്യാൻസർ പോലെയാണ്. 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കുകയും അരുത്. നിങ്ങൾ മിസ്രയീം ദേശത്ത് പരദേശികൾ ആയിരുന്നുവല്ലോ. മറ്റവരെ നല്ല അയൽക്കാരനായി കാണാനുള്ള ദൈവത്തിൻ്റെ പ്രമാണമാണിത്. 22-ാം വാക്യത്തിൽ, വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. വിധവകളോടും അനാഥരോടും എത്ര കരുതലോടെ പെരുമാറണമെന്നതിൻ്റെ രൂപരേഖയാണിത്. ഇംഗ്ലണ്ടിൽ ജോൺ വെസ്ലിയുടെ കാലത്തെ ഉണർവിന് ശേഷമാണ് കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിനെതിരെയുള്ള നിയമങ്ങൾ നടപ്പിലായത്. ബാലവേലയ്ക്കെതിരെയുള്ള നിയമങ്ങൾ. മനുഷ്യജാതിക്ക് അനുഗ്രഹകാരണമായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആധാരം ദൈവവചനമാകുന്നു എന്ന് മറക്കരുത്. അനാഥശാലകൾ എവിടെയാണ് ആരംഭിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിരീശ്വരവാദികളാണോ ഈ അനാഥശാലകൾ ആരംഭിച്ചത്? യുക്തിവാദികൾക്ക് എത്ര ആശുപത്രികളാണുള്ളത്? യുക്തിവാദവും കൊണ്ട് നടക്കുന്നവർ എത്ര അനാഥശാലകൾ ആരംഭിച്ചിട്ടുണ്ട്? ആരംഭിച്ചവരെ കുറ്റം പറയുവാനേ അവർക്ക് യുക്തിയുള്ളൂ എന്ന കാര്യം മറക്കരുത്. ദൈവവചനം പറയുന്നവരെയും ദൈവസ്നേഹം പങ്കിടുന്നവരെയും നിരുത്സാഹപ്പെടുത്തുവാനും പരിഹസിക്കുവാനുമല്ലേ ഇങ്ങനെയുള്ളവർക്ക് സാധിക്കുന്നത്. എന്നാൽ ദൈവം നൽകിയ പ്രമാണം നോക്കൂ, അത് അനുസരിക്കുന്നവർ സമൂഹത്തിന് തന്നെ അനുഗ്രഹമായിരിക്കും. 23-24 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവരെ വല്ല പ്രകാരത്തിലും ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും, എൻ്റെ കോപവും ജ്വലിക്കും. ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും,
നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായി തീരും. നിസ്സഹായരായവരെ ദൈവം കരുതുകയും സംരക്ഷണ ചെയ്യുകയും ചെയ്യുന്നു. ആവശ്യത്തിലിരിക്കുന്ന ജനങ്ങളുടെ അപമര്യാദയായി പെരുമാറുന്ന വ്യക്തികൾക്ക് വലിയ ന്യായവിധി വരുവാൻ പോകുന്നു എന്നാണ് നാം വായിക്കുന്നത്. 25-ാം വാക്യത്തിൽ, എൻ്റെ ജനത്തിൽ നിൻ്റെ അടുക്കലുള്ള ഒരു ദരിദ്രന് പണം വായ്പ കൊടുത്താൽ പൊലികടക്കാരനെ പോലെ ഇരിക്കരുത്, അവനോട് പലിശ വാങ്ങുകയും അരുത്. ഒരാൾ മറ്റൊരാൾക്ക് പണം കടം കൊടുത്താൽ അവൻ അമിതമായ പലിശ ഈടാക്കരുത്. അതായത് അവർ വെറും ബ്ലേഡ് കമ്പനി ആകരുതെന്ന് മറ്റൊരു വ്യക്തിയെ ചൂഷണം ചെയ്യുന്നത് തെറ്റാണെന്ന് ദൈവം പറയുന്നു. ഇല്ലാത്തത് കൊണ്ടാണല്ലോ കടം വാങ്ങിക്കുന്നത്. ചില ആളുകൾ ഉണ്ടെങ്കിലും കടം വാങ്ങിക്കാറുണ്ട്. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ ആവശ്യക്കാരനായൊരു വ്യക്തി കടം വാങ്ങേണ്ടി വന്നാൽ അത് തിരികെ വാങ്ങാനായി അവനെ അപമാനിക്കുവാനോ അവനെ ദണ്ഡിപ്പിക്കുവാനോ പാടില്ല. മാത്രമല്ല, അവനോട് പലിശ വാങ്ങരുത് എന്നും ദൈവം തൻ്റെ ജനത്തോട് പറയുന്നു. പ്രിയ സുഹൃത്തെ, എല്ലാം ബിസിനസ്സായി കാണുന്ന ഇന്നത്തെ ലോകത്തിൽ മനുഷ്യനോടുള്ള കരുതലും സാമൂഹിക ജീവിതത്തിൻ്റെ കെട്ടുറപ്പും ലക്ഷ്യം വെക്കുന്ന ദൈവിക പ്രമാണങ്ങൾ എത്ര ശ്രേഷ്ഠമാണല്ലേ. അതനുസരിച്ച് ജീവിക്കുന്നത് സമൂഹത്തിന് തന്നെ അനുഗ്രഹമാണ്. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകും. നിങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എത്ര അത്ഭുതകരമായ രീതിയിലാണ് ദൈവരാജ്യം കെട്ടിപ്പടുക്കപ്പെടുന്നതെന്ന് നോക്കിയാൽ നാം വിസ്മയിച്ചു പോകും. തൻ്റെ ജനത്തെ അന്യദേശത്ത് അടിമകളാക്കി അയച്ച് പരദേശികളുടെയും അടിമകളുടെയും വേദന എന്തെന്നവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ദൈവം അവർക്ക് സ്വന്തമായി ഒരു ദേശം നൽകിയത്. നമ്മുടെ രക്ഷാനായകനായ ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളിലൂടെ തികവുള്ളവനാക്കിയ ദൈവിക ജ്ഞാനത്തിൻ്റെ ഒരു നെടിലാട്ടം പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട കർത്താവിന് നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കുവാനും നമ്മുടെ പരീക്ഷകളിൽ കരുണ കാണിക്കുവാനും കഴിവുള്ളവനാകുന്നു.